ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സ്കോഡ കൈലാക്കിലെ സെക്കൻഡ് വേരിയന്റ് ആയ സിഗ്നേച്ചർ വേരിയന്റ് ആണ്. ഈ സിഗ്നേച്ചർ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത്, എത്രയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റീസെന്റ് നമ്മുടെ ചാനലിൽ ഇതിന്റെ തേർഡ് വേരിയന്റ് ആയ സിഗ്നേച്ചർ പ്ലസിന്റെ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ കൂടുതൽ ആൾക്കാർ കമന്റ് ചെയ്തത് സിഗ്നേച്ചർ പ്ലസ് അല്ല വാല്യൂ ഫോർ മണി വേരിയന്റ്, ഈ സെക്കൻഡ് വേരിയന്റ് ആയ സിഗ്നേച്ചർ ആണ് വാല്യൂ ഫോർ മണി വേരിയന്റ് എന്നാണ്. അപ്പോൾ സിഗ്നേച്ചർ പ്ലസ് ആണോ സിഗ്നേച്ചർ ആണോ വാല്യൂ ഫോർ മണി വേരിയന്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ആ വീഡിയോയിൽ ഫസ്റ്റ് വന്ന 1-2 കമന്റുകളാണ് മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണെന്ന്. അപ്പോൾ ഈ കൈലാക്കിൽ എത്രയാണ് ഇതിൻ്റെ ഇയർലി മെയിൻ്റനൻസ് കോസ്റ്റ്, എത്ര കൊല്ലത്തെ വാറണ്ടിയാണ് വാഹനത്തിന് കിട്ടുന്നത്, അതും കൂടി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സ്കോഡ കൈലാക്ക് സിഗ്നേച്ചർ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സിഗ്നേച്ചർ ആണെങ്കിലും സിഗ്നേച്ചർ പ്ലസ് ആണെങ്കിലും എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് എക്സാക്ട്ലി സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും വരുന്നില്ല. ആ ടിപ്പിക്കൽ സ്കോഡ ലുക്കാണ്. ഫ്രണ്ടിലെ ബട്ടർഫ്ലൈ ഗ്രില്ല് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സെക്കൻഡ് വേരിയന്റ് ടോപ്പ് എൻഡ് വരെ വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. എക്സ്റ്റീരിയർ നോക്കുമ്പോൾ സിഗ്നേച്ചർ ആൻഡ് സിഗ്നേച്ചർ പ്ലസ് ചെറിയ ചേഞ്ചസ് മാത്രമാണ് വരുന്നത്. ഇപ്പോൾ ഈ വാഹനത്തിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് DRL പ്ലസ് 10 ഇൻഡിക്കേറ്റേഴ്സ് അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത് സിഗ്നേച്ചറിലും സിഗ്നേച്ചർ പ്ലസിനും സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ LED ഹെഡ്ലൈറ്റുകൾ കാണാം. ഡ്യുവൽ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് കൊടുത്തിരിക്കുന്നു. ഫോഗ് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഫ്രണ്ടിലെ സ്റ്റിറ്റ് പ്ലേറ്റ് സിൽവർ ഫിനിഷിൽ തന്നെ സിഗ്നേച്ചർ വേരിയന്റിലും വരുന്നുണ്ട്. 189 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എവിടെയൊക്കെയോ നമുക്ക് ആ കോഡിയാക്കിന്റെ ഒരു ലുക്കൊക്കെ ഫീൽ ചെയ്യും. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ സിഗ്നേച്ചർ വേരിയന്റുമായിട്ട് ചെറിയ ചേഞ്ചസ് മാത്രമാണ് വരുന്നത്. നമുക്ക് എടുത്ത് കാണിക്കുന്ന ഒരു ചേഞ്ച് നമ്മുടെ ഡോർ ഹാൻഡിൽ സിൽവർ ഫിനിഷ് ഒഴിവായി കീലസ് എൻട്രി വരുന്നില്ല എന്നുള്ളതാണ്. ടോപ്പിലേക്ക് പോയിക്കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ആന്റിനാണ് ഇതിനകത്ത്. സിഗ്നേച്ചർ പ്ലസിൽ ഷാർഫിൻ ആന്റിനാണ്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീല് സെയിം ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. നമുക്ക് 205/60R16 ആണ് ടയർ സൈസ് വരുന്നത്. 16 ഇഞ്ച് വീൽസ് ആണ്. ആ സിൽവർ ഫിനിഷിലുള്ള അലോയ് വീൽസ് തന്നെ കൊടുത്തിരിക്കുന്നു. നടുക്ക് സ്കോഡ ലോഗോ കാണാം. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. വശങ്ങളിൽ താഴെയായിട്ട് വലിയ ബ്ലാക്ക് ക്ലാഡിങ്ങുകൾ നമുക്ക് പോകുന്ന കാണാം. ഗ്ലാസുകൾ നമുക്ക് UV പ്രൊട്ടക്ഷനുള്ള ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിലേക്ക് വന്നാൽ റൂഫ് റെയിൽസ് നമുക്ക് സെക്കൻഡ് വേരിയന്റിലും വരുന്നുണ്ട്. സൺ റൂഫ് വരുന്നില്ല. സൺ റൂഫ് ടോപ്പ് എൻഡിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം പറഞ്ഞ രീതിയിൽ നോർമൽ ആന്റിനെയാണ് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. നമ്മുടെ സിഗ്നേച്ചർ വേരിയന്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും തന്നെ വരുന്നില്ല. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സിഗ്നേച്ചറും സിഗ്നേച്ചർ പ്ലസിലും എക്സാക്ട് സെയിം ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ആകെ വരുന്ന ഒരു ഡിഫറൻസ് നമുക്ക് ബാക്ക് ക്യാമറ ഒഴിവാക്കി എന്നുള്ളത് മാത്രമാണ്. നമുക്ക് ടോപ്പിലായിട്ട് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ഒരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഡിസൈൻ വരുന്നത്. സ്പോയിലർ വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് അഡീഷണൽ ആക്സസറൈഡ് ചെയ്യാം. ബാക്കിലെ ഗ്ലാസ് ഡീഫോഗറുള്ള ഗ്ലാസ് ആണ്. വൈപ്പർ വാഷർ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിൽ ആ LED ടെയിൽ ലൈറ്റ് തന്നെ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് നമുക്കിത് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ടും ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് നമുക്ക് 10 ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും ഹാലജൻ ആയിട്ടാണ് വരുന്നത്. താഴെ നമുക്ക് ഇവിടെ റിഫ്ലക്ടേഴ്സ് കാണാം. ബാക്കിൽ 2 പാർക്കിംഗ് സെൻസേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കയ്യിലാക്കുന്ന പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. നമ്മുടെ വേരിയന്റിന്റെ ബാഡ്ജിങ് ഒന്നും തന്നെ ഇപ്പോൾ ഒരു കാറുകളിലും ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് എല്ലാ വേരിയന്റിനും സിമിലർ ആയിട്ടാണ് വരുന്നത്. അതിന്റെ നടുക്കാണ് സ്കോഡയുടെ ലെറ്ററിംഗ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമുക്കൊരു മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് പാഴ്സൽ ട്രേ സെക്കൻഡ് വേരിയന്റിലും കൊടുത്തിട്ടുണ്ട്. ബൂട്ട് ലൈറ്റും കാണാനായിട്ട് പറ്റും. മേജറായിട്ട് ഡിഫറൻസ് വരുന്നത് സീറ്റാണ്. നമ്മുടെ സിഗ്നേച്ചർ പ്ലസിൽ 60/40 സ്പ്ലിറ്റ് സീറ്റാണ് വന്നിരുന്നത്. ഇതിനകത്ത് ബെഞ്ച് ഫോൾഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഈ വേരിയന്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് സ്പെയർ വീല് വരുന്നത് നമ്മൾ എല്ലാ വാഹനങ്ങളിലും കാണുന്ന ആ ഒരു സെയിം 15 ഇഞ്ച് 195/65R15 ജസ്റ്റ് ജോബ് ഡൺ എന്നുള്ള രീതിയിലുള്ള സ്പെയർ വീലുകളാണ് ഇതിനകത്തും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബൂട്ട് സ്പേസ് വരുന്നത് ഏകദേശം 446 ലിറ്ററിന്റെ സ്ക്വയറിഷ് ആയിട്ടുള്ള ഒരു ബൂട്ടാണ് ഈ വാഹനത്തിന് സ്കോഡ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്റീരിയറിൽ നിന്നുള്ള ഡിഫറൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസ്റ്റ് സെൻസർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇതാണ് ഈ വാഹനത്തിൽ വരുന്ന കീ എല്ലാ വേരിയന്റുകളിലും സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തന്നെയില്ല. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന ഫീച്ചറോട് കൂടിയ 2 ഫ്ലിപ്പ് കീസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം കളർ ടോൺ കാര്യങ്ങളാണ് വരുന്നത്. ചെറിയൊരു കളറിൽ ഡിഫറൻസ് നിങ്ങൾക്ക് ഈ വേരിയന്റിൽ കാണാനായിട്ട് പറ്റും. നമ്മുടെ സിഗ്നേച്ചർ പ്ലസ് വേരിയന്റിൽ ഇവിടെ ഒരു വൈറ്റിഷ് ഒരു ബാംബു ഫിനിഷ് ആണ് വന്നിരുന്നത് എങ്കിൽ ഇവിടെ നമുക്ക് ഫുൾ ബ്ലാക്കിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളറിൽ തന്നെ കാണാം. ഇവിടെ ഒരു വൈറ്റ് ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് ഈ വേരിയന്റിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷ് കാണാനായിട്ട് പറ്റും. 4 ഡോർ പവർ വിൻഡോന്റെ മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. നമുക്ക് ഡ്രൈവർ
ഇത് നമുക്ക് വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗണിന്റെ ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴെ നമുക്ക് സ്പീക്കർ ഗ്രില്ല് കാണാം, ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു, ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ വേരിയന്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീറ്റിന്റെ ഫാബ്രിക്കിൽ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. സിഗ്നേച്ചർ പ്ലസ് വേരിയന്റിൽ അകത്ത് ബ്ലാക്കും ഔട്ടർ ലൈൻ ആയിരുന്നു നമുക്ക് ഒരു വൈറ്റ് ഫിനിഷ് വന്നിരുന്നുവെങ്കിൽ ഈ സിഗ്നേച്ചർ വേരിയന്റിൽ വന്നപ്പോൾ അകത്ത് വൈറ്റ് ഫിനിഷും ഔട്ടർ കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മാനുവൽ വേരിയന്റ് ആണ്, എന്നിട്ട് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡെഡ് പെഡൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസ്. ഇതിനകത്ത് ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാം, പാർക്ക് ആൻഡ് ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. AC വെൻസിന് ചുറ്റും നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നടുക്ക ഒരു ചെറിയൊരു സിൽവർ ടച്ച് കാര്യങ്ങൾ കാണാം. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഡിഫറൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സിഗ്നേച്ചർ വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സിഗ്നേച്ചർ പ്ലസ് വേരിയന്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മേജർ ആയിട്ടുള്ള ഡിഫറൻസ് വന്നിരിക്കുന്നത് ഇന്റീരിയറിലാണ്. എസ്പെഷ്യലി നമുക്ക് ഇവിടെ സിഗ്നേച്ചർ പ്ലസ് 10.25 ഇഞ്ചിന്റെ സ്ക്രീൻ ആയിരുന്നെങ്കിൽ ഇതിനകത്തൊരു ബേസിക് 7 ഇഞ്ചിന്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഇവിടെയും നമുക്കൊരു 10.25 ഇഞ്ചിന്റെ സ്ക്രീൻ ആയിരുന്നു. സിഗ്നേച്ചർ പ്ലസിൽ ഇതിനകത്ത് അനലോഗ് നടുക്കുള്ള ഇൻഫർമേഷൻ ഡിസ്പ്ലേയോട് കൂടിയ മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അകത്ത് കയറിയിരിക്കുമ്പോൾ തന്നെ ഈ വാഹനത്തിന്റെ മേജർ ആയിട്ട് ഡിഫറൻസ് ഫീൽ ചെയ്യും. മറ്റേ ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സ്റ്റിയറിംഗ് വീൽ ഇതിനകത്ത് ലെതർ റാപ്ഡ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. സിഗ്നേച്ചർ പ്ലസിൽ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ് വന്നിരുന്നത്. പക്ഷേ സെയിം ഒരു ഫോർമാറ്റ് തന്നെയാണ്, 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ തന്നെയായിരുന്നു. അതിന് നറുക്കിയുള്ള ഫിനിഷ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിപ്പോൾ ദൂരെ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ലെതർ ഫിനിഷ് പോലെ തോന്നും, പക്ഷേ ഇതൊരു ലെതർ ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. സ്റ്റിയറിംഗ് വീല് പക്ഷേ നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷൻ ഈ സെക്കൻഡ് വേരിയന്റിലും സ്കോഡ കൊടുത്തിട്ടുണ്ട്. ഇടതുവശത്തായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനും ക്രൂസ് കൺട്രോളിന് ഒരു ബട്ടണും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇടതുവശത്തായിട്ട് നമുക്ക് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സിന്റെ ഓപ്ഷനും നമുക്ക് ഇടതുവശത്താണ് കൊടുത്തിരിക്കുന്നത്. വലതുവശത്താണ് നമുക്ക് വൈപ്പറിന്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്കോഡ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ RPM മീറ്ററും സ്പീഡോമീറ്ററും നമുക്ക് അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ടോഗിൾ ചെയ്യാൻ അതിനകത്ത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് നമ്മളുടെ സെറ്റ് ബി നമ്മുടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ടൈം, സർവീസ് കാര്യങ്ങളെല്ലാം ആ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനോട് ചേർന്നുള്ള 2 ഫിസിക്കൽ ബട്ടണുകളായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിഗ്നേച്ചർ പ്ലസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ മേജർ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത് ഇവിടെയാണ്. നമ്മുടെ സിഗ്നേച്ചർ പ്ലസിൽ 10.25 ഇഞ്ചിന്റെ ഒരു വലിയ സ്ക്രീൻ, ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യായിരുന്നു, ഒരു സൂപ്പർ സ്ക്രീൻ എന്ന് തന്നെ പറയായിരുന്നു. പക്ഷേ ഇതിലേക്ക് വന്നപ്പോൾ നമുക്ക് ഒരു 7 ഇഞ്ചിന്റെ ബേസിക് ഡിസ്പ്ലേ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബ്ലൂടൂത്തിന്റെ ഒരു ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. പാർക്കിംഗ് സെൻസേഴ്സിന്റെ നമുക്ക് ഇതിനകത്തും നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലും പാർക്കിംഗ് സെൻസേഴ്സിന്റെ ഫീച്ചറും നമുക്ക് അറിയാനായിട്ട് പറ്റും. വളരെ ബേസിക് ആയിട്ടുള്ള സിസ്റ്റമാണ്, പക്ഷേ അത്യാവശ്യം നല്ല മ്യൂസിക് ക്ലാരിറ്റി തരുന്നുണ്ട്. ഇപ്പം ഞാൻ വാഹനം എടുത്ത സമയത്ത് FM ഒക്കെ പ്ലേ ചെയ്ത് നോക്കിയിരുന്നു. അത്യാവശ്യം നല്ല മ്യൂസിക് ക്ലാരിറ്റി തരുന്ന 4 സ്പീക്കറോട് കൂടിയ ഒരു സിസ്റ്റമാണ് വരുന്നത്. അതിന് താഴേക്ക് വന്നാൽ നമുക്ക് AC-ക്ക് ചുറ്റും എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം. അതിന് താഴെ നമുക്ക് ഹസാർഡ് ലൈറ്റിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. നമ്മുടെ സെൻട്രൽ ലോക്കിന്റെ ബട്ടൺ ഇവിടെയാണ് വരുന്നത്. ട്രാക്ഷൻ കൺട്രോൾ, ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നു. അതിന് താഴേക്ക് വരുമ്പോഴാണ് അടുത്തൊരു ഡിഫറൻസ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് മാനുവൽ AC കൺട്രോൾസ് ആണ് വരുന്നത്. സിഗ്നേച്ചർ പ്ലസിൽ ഓട്ടോമാറ്റിക് AC ആയിരുന്നു. താഴെ നമുക്കിവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. വയർലെസ് ചാർജിംഗ് തന്നെ വരുന്നില്ല. അവിടെ 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് കാണാം. നമ്മുടെ സിഗ്നേച്ചർ പ്ലസ് വേരിയന്റിൽ നമുക്ക് ഇവിടെ ഒരു USB Type-C 2 പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇവിടെ അത് ജസ്റ്റ് ഒരു empty സ്പേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇത് മാനുവൽ വേരിയന്റ് ആണ്. അതിന്റെ ഒരു 6 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കാണാം. അതിന് ചുറ്റുമെല്ലാം നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സെന്റർ ആംറെസ്റ്റ് ഈ വേരിയന്റിലും വരുന്നുണ്ട്. അതിനകത്ത് ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. സെന്റർ ആംറെസ്റ്റ് നമുക്ക് സ്ലൈഡിംഗ് ഓപ്ഷനോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. സീറ്റിന്റെ ഫാബ്രിക് സിഗ്നേച്ചർ പ്ലസ് ആയിട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റി കുറവുള്ള രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. സിഗ്നേച്ചർ പ്ലസിൽ നല്ല സൂപ്പർ സ്ലാവിയയിലൊക്കെ കണ്ട സെയിം സീറ്റുകൾ തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. ആ സെയിം ഫാബ്രിക്കും കാര്യങ്ങളും ആയിരുന്നു. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ് വരുന്നത്. സെന്റർ IRVMs മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ് വരുന്നത്. റീഡിംഗ് ലൈറ്റ് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് ജസ്റ്റ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൂൾഡ് ഫീച്ചർ അതിനകത്ത് സെക്കൻഡ് വേരിയന്റിലും സ്കോഡ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ്. പിന്നെ നമുക്ക് ഡാഷ്ബോർഡിന്റെ ഡിസൈൻ ഒക്കെ നോക്കുകയാണെങ്കിൽ സിഗ്നേച്ചർ പ്ലസിൽ ഇവിടെ എല്ലാം നമുക്ക് ഒരു വൈറ്റ് ഫിനിഷ് ആണ് വന്നിരുന്നത് എങ്കിൽ ഇതിനകത്ത് നമുക്ക് ഫുൾ ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ഇവിടെ സ്കോഡ എന്ന് പറഞ്ഞ ലെറ്ററിങ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സ്കോഡയുടെ ലെറ്ററിങ് കാര്യങ്ങൾ കാണാം. അതിന് താഴെ നമുക്ക് ശരിക്കും ടോപ്പ് ബ്ലാക്കും താഴെ ഒരു ഓഫ് വൈറ്റ് കളറിലുമാണ് നമ്മുടെ ഇന്റീരിയറിന്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ
ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സിഗ്നേച്ചർ പ്ലസ് വേരിയന്റ് തന്നെയാണ്. ഇതിനേക്കാളും മച്ച് പ്രീമിയം ആയിട്ട് നമുക്ക് ആ വാഹനം ഫീൽ ചെയ്യും. ഇനി ബാക്ക് യാത്രക്കാരെ കംഫർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഡോർ പാഡ് നമുക്ക് ഫുൾ ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മാത്രം നമുക്ക് ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷ് കാണാം. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് നമുക്ക് ഒരു ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഈ സിഗ്നേച്ചർ വേരിയന്റിലും ബാക്കിലേക്ക് AC വെൻസ് വരുന്നുണ്ട്. 2 ടൈപ്പ് C ചാർജിങ് പോർട്ടുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീറ്റ് എല്ലാം സ്കൂപ്പ് ഔട്ട് ചെയ്ത രീതിയിലാണ്. അതിനൊരു സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഐസോഫിക് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻസ് ഇതിനകത്ത് കാണാം. സിഗ്നേച്ചർ പ്ലസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് സെന്റർ ആംറെസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 60-40 സ്പ്ലിറ്റിന്റെ ഓപ്ഷൻസും ഇതിനകത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് കയറി ഇരുന്നാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം നമുക്ക് കാണാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 15 സെന്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ഉണ്ട്. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. സിഗ്നേച്ചർ പ്ലസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിഗ്നേച്ചറിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഇതിനകത്ത് 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. സിഗ്നേച്ചർ വേരിയന്റിൽ ഒരു സെന്റർ ആംറെസ്റ്റ് കുറച്ച് ഉയർന്ന് നിൽക്കുന്ന പൊസിഷനായിട്ട് നടുക്കിരിക്കുന്ന പാസഞ്ചർ കുറച്ച് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യും. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ശരിക്കും ഒരു ബെഞ്ച് സീറ്റ് പോലെയാണ് ഉള്ളത്. അതുകൊണ്ട് 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ സിഗ്നേച്ചർ വേരിയന്റിൽ സിഗ്നേച്ചർ പ്ലസിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിൽ നമുക്ക് പാഴ്സൽ ട്രേ കാണാം. ബാക്കിലേക്ക് റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സിഗ്നേച്ചർ പ്ലസിൽ ഇവിടെ നമുക്ക് റീഡിംഗ് ലൈറ്റ് ഉണ്ടായിരുന്നു. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരുന്നു. അതിനകത്ത് ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൈലാക് സിഗ്നേച്ചർ വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് കൈലാക്. അത് ചൈൽഡ് സേഫ്റ്റിക്കും അഡൾട്ട് സേഫ്റ്റിക്കും 5 സ്റ്റാർ റേറ്റിംഗ് ആണ് കിട്ടിയത്. പിന്നെ ABS EBD ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് നമ്മൾക്ക് സിഗ്നേച്ചർ വേരിയന്റിൽ വരുന്നില്ല. സിഗ്നേച്ചർ പ്ലസിലാണ് ഹിൽ ഹോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അത്യാവശ്യം വേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ സ്കോഡ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ എല്ലാ വേരിയന്റിലും സെയിം എഞ്ചിനാണ് വരുന്നത്. ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ TSI പെട്രോൾ എഞ്ചിനാണ്. 116 PS ആണ് പവർ വരുന്നത്. 178 Nm പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിൻ. നമ്മുടെ പോളോയിലൊക്കെ കണ്ട സെയിം എഞ്ചിൻ തന്നെയാണ്. അത് വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് അതാണ് വരുന്നത്. ഈ വാഹനത്തിന് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 18.6 മൈലേജ്. റിയൽ ലൈഫിൽ ഒരു 13-നും 15-നും ഇടയ്ക്ക് നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ബേസ് വേരിയന്റായ ക്ലാസിക്കിന് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. ക്ലാസിക്കിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 9,62,000 രൂപയാണ്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സിഗ്നേച്ചർ മാനുവൽ വേരിയന്റിന് എക്സ്ഷോറൂം വരുന്നത് 9,59,000 രൂപയും ഓൺ റോഡിലേക്ക് വരുമ്പോൾ 11,61,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഈ സിഗ്നേച്ചർ വേരിയന്റിൽ നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. അതിന് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 10,59,000 രൂപയും ഓൺ റോഡിലേക്ക് വരുമ്പോൾ 13,10,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സിഗ്നേച്ചർ പ്ലസിന്റെ പ്രൈസ് നമ്മൾ ഓൾറെഡി സിഗ്നേച്ചർ പ്ലസിന്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ഉൾപ്പെടുത്താം. എന്നാലും സിഗ്നേച്ചർ പ്ലസ് മാനുവലിന് 14,80,000 രൂപയും ഓട്ടോമാറ്റിക്കിന് 15,28,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓപ്പൻഡ് ആയ പ്രസ്റ്റീജ് വേരിയന്റിന്റെ പ്രൈസിലേക്ക് വന്നാൽ മാനുവലിന് 16,43,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓട്ടോമാറ്റിക്കിന് 17,69,000 രൂപയും ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇനി സിഗ്നേച്ചർ ആൻഡ് സിഗ്നേച്ചർ പ്ലസ് വേരിയന്റുകൾ തമ്മിലുള്ള ഒരു പ്രൈസ് ഡിഫറൻസ് ഏകദേശം 2,20,000 രൂപയുടെ അടുത്താണ് വരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്കോഡ കൈലാക്ക് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ മിനിമം സിഗ്നേച്ചർ പ്ലസ് എങ്കിലും എടുക്കണം. എന്നാലാണ് നിങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വെർത്താണ് എന്ന വാഹനം ഫീൽ ചെയ്യുള്ളൂ. കാര്യം ആ സിഗ്നേച്ചർ പ്ലസ് വേരിയന്റിന്റെ അകത്ത് കയറി ഇരുന്ന് നമുക്കൊരു വാവ് ഫീലാണ് ലഭിക്കുന്നത്. അതിന്റെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും ഒരു പക്ക പ്രീമിയം കാറിൽ കയറിയിരിക്കുന്ന എല്ലാ ഫീലും ആ വാഹനം നമുക്ക് തരുന്നുണ്ട്. പക്ഷെ സിഗ്നേച്ചർ എനിക്ക് അത്ര ഒരു വാവ് ഫീല് തരുന്ന ഒരു വാഹനമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ കൈലാക്ക് എടുക്കുന്നുണ്ടെങ്കിൽ സിഗ്നേച്ചറിലേക്ക് പോകാണ്ട് കുറച്ചുകൂടി ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിഗ്നേച്ചർ പ്ലസ് തന്നെ എടുക്കാനായിട്ട് നോക്കുക. നമ്മൾ റീസെന്റ് അപ്ലോഡ് ചെയ്ത സിഗ്നേച്ചർ പ്ലസ് വേരിയന്റിന്റെ വീഡിയോയിൽ ഫസ്റ്റ് വന്ന കമന്റ് ആയിരുന്നു സ്കോഡ വാഹനങ്ങൾക്ക് സർവീസ് കോസ്റ്റ് കൂടുതലാണ്, ഇതിന് മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടുതലാണ് എന്നുള്ളത്. കൈലാക്കിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വാഹനം വാങ്ങുന്ന സമയത്ത് നമുക്ക് 3 കൊല്ലം അല്ലെങ്കിൽ 1 ലാഖിന്റെ വാറണ്ടി സ്കോഡ തരുന്നുണ്ട്. നിങ്ങൾക്കത് 2 കൊല്ലം കൂടിയും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എക്സ്റ്റൻഡഡ് വാറണ്ടിക്ക് നമുക്ക് ഏകദേശം 18,000 രൂപ താഴെയാണ് കോസ്റ്റ് വരിക. അങ്ങനെ നോക്കുമ്പോൾ 5 കൊല്ലം നിങ്ങൾക്ക് ഹാസൽ ഫ്രീ ആയിട്ട് ഈ വാഹനം കൊണ്ടു നടക്കാനായിട്ട് പറ്റും. സർവീസ് കോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് മറ്റു മാനുഫാക്ചേഴ്സിനെ പോലെ 1000-ലും 5,000-ലൊന്നും സ്കോഡയുടെ വാഹനങ്ങൾക്ക് സർവീസ് ഇല്ല. സ്ട്രെയിറ്റ് അവേ 15,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 ഇയർ അതാണ് ഇതിന്റെ സർവീസ് വരുന്നത്. അതിന് കോസ്റ്റ് വരുന്നത് ഏകദേശം 8,000 രൂപ താഴെയാണ്.
അങ്ങനെ നോക്കുമ്പോഴും നമുക്ക് ഓവർ സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അതല്ല, നിങ്ങൾക്കൊരു 3 കൊല്ലത്തേക്കുള്ള സർവീസ് പാക്കേജ് അവൈലബിൾ ആണ്. 20,000 രൂപ താഴെയാണ് സർവീസ് പാക്കേജ് വരിക. 3 കൊല്ലം അല്ലെങ്കിൽ 45,000 കിലോമീറ്ററിന് നിങ്ങൾക്ക് ആ സർവീസ് പാക്കേജ് എടുക്കാം. ഈ വാഹനം ഓൺലൈനിൽ ബുക്ക് ചെയ്ത ആൾക്കാർക്ക്, ഈ വാഹനം ലോഞ്ച് ചെയ്ത സമയത്ത് ഓൺലൈനിൽ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് ആ ഒരു പാക്കേജ് കോംപ്ലിമെന്ററി ആയിട്ട് സ്കോഡ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഓഫ്ലൈൻ ബുക്കിങ്ങിന് ആ പാക്കേജ് ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ മെയിൻ്റനൻസ് കോസ്റ്റ് വലിയ കൂടുതലായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാര്യം നമ്മൾ നോർമൽ വാഹനം 1 കൊല്ലം അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ സർവീസ് ചെയ്യുമ്പോൾ ഏകദേശം, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ബ്രസയ്ക്ക് എനിക്ക് സർവീസ് കോസ്റ്റ് ഏകദേശം ഒരു 6,000-നും 8,000-നും ഇടയ്ക്ക് വരുന്നുണ്ട് 1 ഇയറിൽ. ഇത് 1 ഇയർ അല്ലെങ്കിൽ 15,000 കിലോമീറ്ററിന് നമുക്ക് 8,000-നടുത്താണ് സർവീസ് കോസ്റ്റ് വരുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ വലിയ എക്സ്പെൻസ് ഒന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സ്കോഡ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ EVM സ്കോഡയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൈലാക്കിൻ്റെ ഏത് വേരിയൻറ്റ് ബുക്ക് ചെയ്യാനാണെങ്കിലും അല്ല സ്കോഡയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കൈലാക്ക് ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 15,000 രൂപയാണ് ബുക്കിംഗ് എമൗണ്ട് വരുന്നത്. വാഹനത്തിൻ്റെ 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. ഈ വേരിയൻ്റൊക്കെ ഏകദേശം ഒരു 80,000 തൊട്ട് 1,00,000 രൂപ വരെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും വരുന്നുണ്ട്. പെർ ലാക്കിന് ഏകദേശം 1,650 രൂപയാണ് അടവ് വരുന്നത്. ഈ EMIയും മറ്റ് ലോണിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സിബിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.